ശബരിനാഥനെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഓഫീസിലേക്ക് ഉന്നത പദവിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ചർച്ചകൾ സജീവമാണ്. ശബരിനാഥനെ അങ്ങനെ മുഖ്യമന്ത്രി സതീശന്റെ ഓഫീസിലേക്ക് ഉന്നത പദവിയുമായി കൊണ്ടുപോയാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി കേവല ഭൂരിപക്ഷം നേടും. കവടിയാർ വാർഡിൽ നിന്നും മത്സരിച്ച കെ.എസ്. ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത പദവിയിൽ നിയമിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. തിരുവനന്തപുരം കവടിയാർ വാർഡിൽ നിന്നും മത്സരിച്ച മുൻ മന്ത്രി ജി കാർത്തികേയന്റെ മകനും മുൻ എം.എൽ.എയുമായ കെ.എസ്. ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത പദവിയിൽ നിയമിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തം. എങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ വാർഡിൽ ഉപതിരഞ്ഞെടുപ്പ് ഉറപ്പാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബി.ജെ.പിക്കാണ് ഏറെ വിജയ സാധ്യതയുള്ളത്. കവടിയാർ പിടിക്കുന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് തന്നെ കേവല ഭൂരിപക്ഷമാകും. കേവലം 74 വോട്ടുകൾക്കാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി ശബരിനാഥനോട് തോറ്റത്. കെ.എസ്. ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത പദവിയിൽ നിയമിച്ചാൽ ഇരട്ട പദവി ഒഴിവാക്കാൻ കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനം ശബരിനാഥന് രാജിവെക്കേണ്ടതായി വരും. ഇവിടെയാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ വർദ്ധിക്കുന്നത്. ആകെ 101 അംഗങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് 50 അംഗങ്ങളെ ഉള്ളൂ. മേയർ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 51 വോട്ടുകൾ കിട്ടിയത് ഒരു സ്വതന്ത്രൻ കൂടി പിന്തുണച്ചതുകൊണ്ടാണ്. ശബരിനാഥന്റെ സീറ്റ് ഒഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിൽ കവടിയാർ കൂടി കിട്ടിയാൽ ബി.ജെ.പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷമായ 51 എന്ന മാജിക് നമ്പർ സ്വന്തമാകും. രാഷ്ട്രീയ ഗുരുവിനോടുള്ള ആദരവ്, മകൻ ഉന്നത പദവി, അരുവിക്കര മുൻ എം.എൽ.എ ശബരിനാഥനെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കൂടെ കൂട്ടി വി.ഡി. സതീശൻ എന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ്. മുൻ എം.എൽ.എയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ കെ.എസ്. ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത പദവിയിൽ നിയമിച്ചേക്കും. ഇത് സംബന്ധിച്ച കെ.പി.സി.സി തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ഗുരുവാണ് ശബരിനാഥന്റെ പിതാവും മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ അന്തരിച്ച കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയൻ. അരുവിക്കര എം.എൽ.എ ആയ ശബരിനാഥൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കവടിയാർ വാർഡ് കൗൺസിലറാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിക്കപ്പെട്ടാൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കേണ്ടി വരും. IAS ഉദ്യോഗസ്ഥ ഡോക്ടർ ദിവ്യ സയ്യറാണ് ശബരിനാഥന്റെ ഭാര്യ. നിലവിൽ വിഴിഞ്ഞം തുറമുഖ കമ്പനി CEO-യാണ് ദിവ്യ എസ്. അയ്യർ. തിരുവനന്തപുരം ലയോള സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും B.Tech ബിരുദം നേടിയ ശബരിനാഥൻ തുടർന്ന് ബംഗളൂരുവിൽ IT മേഖലയിൽ ജോലി ചെയ്തു. MBA ബിരുദവും നേടി. രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് മുംബൈയിൽ ടാറ്റ ഗ്രൂപ്പിലും പിന്നീട് ടാറ്റ ട്രസ്റ്റിലും ജോലി ചെയ്തു. നിയമ ബിരുദവും നേടി. പിതാവ് ജി കാർത്തികേയന്റെ മരണത്തെ തുടർന്ന് 2015 നടന്ന അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ശബരിനാഥൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. കന്നി പോരാട്ടത്തിൽ LDF-ലെ M. വിജയകുമാറിനെ പരാജയപ്പെടുത്തി. 2016 തെരഞ്ഞെടുപ്പിലും അരുവിക്കരയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ പരാജയപ്പെട്ടു.